ഹലോ ഗൈസ്, എനിക്കിന്നിവിടെ ലഗോൺ ബിരിയാണിയാണ് ഉച്ചക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കാം. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാം. ഞാൻ വെക്കുന്ന ബിരിയാണി എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. ഞാൻ ലഗോൺ ബിരിയാണി വെക്കുകയെന്ന് വെച്ചാൽ ലഗോൺ നല്ലോണം കഴുകി വൃത്തിയാക്കി പിന്നെ വെള്ളമൊക്കെ പോകാൻ ഒരു അരിപ്പയിലിട്ട് വെക്കും ചിക്കൻ. അതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഉപ്പ് എല്ലാം കൂടി ചിക്കനിൽ നല്ലോണം നമിണ്ടി കുഴച്ച് വെക്കും. നല്ലോണം ഒരു നുള്ളുപ്പ് ഒക്കെ ഇട്ടിട്ട് എല്ലാ പൊടികളും കുറച്ചിടവേ, ഓരോ നുള്ളു കൂടിയേ ഇടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേവിക്കുമ്പോൾ ചിക്കനിൽ പിടിക്കേണ്ടതുകൊണ്ട് കുറച്ചിടുന്നതേ ഉള്ളൂ. വെറുങ്ങനെ വേവിക്കണ്ടെന്ന് വെച്ചിട്ട് ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഇഞ്ചി പേസ്റ്റ്. ഈ പേസ്റ്റൊക്കെ ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നതാണ്, മറ്റേ പാക്കറ്റ് വാങ്ങുന്നതൊന്നല്ല. പിന്നെ മിക്സിയിൽ തോടൊക്കെ പോക്കിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നതാണ്. അതൊക്കെ ഇട്ട് നല്ലോണം കൈ കൊണ്ട് നമിണ്ടി എന്നിട്ട് കുക്കറിലിട്ടിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കും കുറച്ച് സമയം. അതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കരുത്, കോഴിയിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ടല്ലോ. നിങ്ങൾ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ശേഷം കുക്കറിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഗ്യാസിൽ വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. ഈ ലഗോൺ കോഴി കുറച്ച് വേവ് ജാസ്തിയല്ല, തന്നെ സെപ്പറേറ്റ് നമ്മൾ വേവിക്കുന്നത്. അല്ലാണ്ട് മസാല തന്നെ ഇട്ടിട്ട് വേവിച്ചാൽ ഇതിന് നല്ലോണം വേവണം. അപ്പോൾ ഇത് വേവുന്ന അനുസരിച്ചിട്ട് ഈ ഉള്ളിയൊക്കെ പേസ്റ്റായി പോകും. കുറേ സമയം മസാലയിൽ ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും പോകും. കല്യാണ വീട്ടിലൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ഒരു എല്ലാം ഒന്നിച്ചിട്ട് തന്നെ എന്തോന്നും ഉണ്ടാക്കുക, അതെനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് ചിക്കൻ സെപ്പറേറ്റ് വേവിച്ചിട്ട് മസാല ഉണ്ടാക്കിയിട്ട് അതിലങ്ങ് ഇട്ട് കൊടുക്കുക ചിക്കൻ. അപ്പോൾ അതൊക്കെ വേവിച്ച് മാറ്റി വെക്കുക കോഴി. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഉള്ളി നല്ലോണം വാട്ടുക. പിന്നെ എണ്ണയിൽ, ഇവിടെ വെളിച്ചെണ്ണയിലാണ് ബിരിയാണി. വെളിച്ചെണ്ണ ആർക്കേജ്, ഓയിൽ ഉപയോഗിക്കാറില്ല, ഡാൽഡ ഉപയോഗിക്കാറില്ല. വെളിച്ചെണ്ണയിൽ നല്ലോണം വാട്ടിയിട്ടെടുക്കുക. ഇങ്ങനെ ഉള്ളി ഒരു നുള്ള് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും. അല്ലാണ്ട് കുറേ സമയം എടുക്കും. ഇത് കണ്ട ഉരുളിയൊക്കെ എന്തൊരു വണ്ണത്തിലൊക്കെ കാണുന്ന, ചെറിയ ഉരുളിയാണ്. അതുപോലെ തന്നെ എൻ്റെ തടി നോക്കിയാൽ ഗ്യാസ്, ഇത്ര വലിയ തടി ഞാനില്ല. പക്ഷേങ്കിൽ ഇതിൽ കാണുന്ന വലിങ്ങനെയാണ്. നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം അങ്ങനെ തടിയില്ല, അത്രക്കാരും തടിയില്ല. പക്ഷെ വീഡിയോയിൽ നല്ല ഉണ്ടപ്പൊക്രൂലോട്ടാണ് കാണുന്നത്. നോക്കിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു ടെൻഷൻ അടിക്കുന്നു. ഇത്രക്കാരും തടിയില്ല ഗ്യാസ്. പിന്നെ ഇതാ മസാലയിൽ എൻ്റെ ഉള്ളി വാടി അതിന് ശേഷം ഞാൻ പച്ചമുളക് ഒതുക്കിയതും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് അതൊക്കെ അതിലിട്ടിട്ട് അതെല്ലാം നല്ലോണം വാടി വന്ന് അതിന് ശേഷം ഞാൻ പിന്നെ തക്കാളി ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്ത്, അങ്ങനെ ഇതെല്ലാം നല്ലോണം വാടി നല്ല സ്മെല്ലൊക്കെ വന്ന ശേഷമാണ് ചിക്കൻ വെന്തത് ഇട്ട് കൊടുക്കുന്നത് മസാല ശരിക്കായതിന് ശേഷം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചിക്കൻ നല്ലോണം ഈ ഉള്ളി മസാല ആയിട്ടില്ലേ, ബിരിയാണി മസാല, അപ്പോൾ അതിലിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ ഈ ഇളക്കുമ്പോൾ ഒന്നും പൊട്ടിപ്പോകുന്നില്ല, ലഗോൺ കോഴിയല്ലേ, അടിഞ്ഞു പോകുന്നില്ല, ഒത്ത വേവിന് എടുക്കുമല്ലോ. പിന്നെ ഈ മസാലയിൽ നിന്നൊരു വേവ് പോവും ചിക്കൻ. അതുകൊണ്ട് നമ്മൾ വേവിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അടിഞ്ഞു പോകുന്നതൊക്കെ കുക്കറിൽ വേവിക്കാൻ പാടില്ല. ഒരു 6 വിസിലൊക്കെ മതി. അതിനുശേഷം ഓഫ് ചെയ്ത് വെക്കണം. എന്നിട്ട് പിന്നെ ഈ മസാലയിൽ നിന്നൊരു വേവ് പോവും. പിന്നെ നമ്മൾ ദമ്മിടുമ്പോൾ ഒരു വേവ് പോവും. അപ്പോൾ ഒക്കെ നോക്കി ചെയ്യണം. നമ്മൾ വായോട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇത് നല്ലോണം ഇളക്കി ഉള്ളിയും തക്കാളിയെല്ലാം മസാല ചിക്കനിലൊക്കെ പെരക്കിക്കൊണ്ടാണ്. പിന്നെ 2 കോഴിയുണ്ട് ഇത് ലഗോൺ. എന്താ വെച്ചാൽ പിന്നെ ഇവിടെ കോഴിയെന്ന് വെച്ചാൽ ജീവൻ അച്ഛനും മക്കൾക്കും. അപ്പോൾ പിന്നെ അത് 2 എടുക്കും. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പുതിയൊരു പഠിപ്പാണ് മക്കളത്. ബിരിയാണി വെക്കുന്ന ദിവസം മാറ്റി വെക്കണം, പിറ്റേന്ന് അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകണം. കുറച്ചെടുത്തിട്ട് അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് കുറച്ച് ജാസ്തി തന്നെ മാറ്റി വെക്കണം. എന്ന് വെച്ചാൽ അവരവരെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമ്മളൊരു നുള്ളി ബിരിയാണിയൊക്കെ കൊടുത്താൽ എത്തൂലല്ലോ. അപ്പോൾ ഞാൻ വലിയ ബോക്സിൽ തന്നെ കൊടുക്കും. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ തിന്നും. ഇഷ്ടമാണ്, മക്കൾക്കൊക്കെ കൊടുക്കും, അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സുമാർക്ക്. അതുകൊണ്ട് ഞാൻ എന്താക്കിയോ കുറച്ച് ജാസ്തിയാണ് വെക്കാറ് ഇപ്പം ബിരിയാണി. പിറ്റേന്നൊക്കെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ബിരിയാണിയല്ലേ, ബാക്കിയുണ്ടെങ്കിൽ പിറ്റേന്ന് കുട്ടികൾ കഴിക്കുകയും ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ 1.5 കിലോ അരിയും 2 ചിക്കൻ കുറച്ച് ജാസ്തിയാണ്. ലഗോണായതുകൊണ്ട് നമ്മളിപ്പോൾ എത്ര ഉണ്ടെങ്കിലും കാണത്തില്ല ചിക്കൻ. എന്താ വെച്ചാൽ ഇത് വെന്ത് കഴിഞ്ഞാലില്ലേ, ഇത് ചെറുതായി പോപ്പാടും, വെന്താൽ ഒരു ഉഷാറുണ്ടാവില്ല. അതേ സ്ഥലത്ത് നമ്മൾ ബ്രോയിലറാണെങ്കിൽ വേവിച്ചാലും
അതുപോലെ തന്നെ ഉണ്ടാവും, കാണാനുണ്ടാവും മസാലയിൽ. ചിക്കൻ അങ്ങനെ ഉണ്ടാവില്ല, ചെറുതായിരിക്കും. പിന്നെ ലഗോൺ കോഴിയെ ചെറുത് തന്നെയല്ലേ, അപ്പം മുറിച്ച് വരുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക. അങ്ങനെ എൻ്റെ മസാലയൊക്കെ ആയി, അത് മാറ്റി വെച്ചു. അതിന് ശേഷം ഇത് ചോറുണ്ടാക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും, കുറച്ച് 6 kg ഒഴിക്കും. ഡാൽഡയും പിന്നെ ഓയിലൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല, പറഞ്ഞതല്ലേ. അങ്ങനെ പിന്നെ എന്ന് വെച്ചാൽ ഒരു മുറി ഉള്ളി എടുക്കും. ആദ്യം ഉള്ളി ആ എണ്ണയിലൊന്ന് മൂപ്പിക്കും, ഒരു സ്മെല്ല് വരുമ്പോൾ. പിന്നെ ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്കായ് അതൊക്കെ ഇട്ടെടുക്കും പിന്നെ എണ്ണയിൽ. അതിന് ശേഷം പിന്നെ ഞാൻ അരിയിട്ടിട്ട് ഒന്ന് വാട്ടിക്കളിയും ചൂടിൽ. നല്ലോണം വറക്കില്ല, ഒന്ന് ഒരു സ്മെല്ല് വരുന്നവരെ വറക്കും. എന്ന് വെച്ചാൽ വറക്കുമ്പോൾ നമ്മളില്ലേ ചുവന്ന് വറക്കരുത്, അപ്പോൾ ചോറിൻ്റെ സ്റ്റൈല് പോയി പോകില്ലേ. ഒന്ന് നല്ലോണം ചൂടാക്കി എടുക്കും അരി നല്ലോണം, എന്നാലില്ലേ നമ്മളെ ചോറ് നല്ല പൊങ്ങ് പോലെ ഉണ്ടാവും, നല്ല ടേസ്റ്റായിരിക്കും, മംഗല ബിരിയാണി പോലെ ഉണ്ടാവും. പിന്നെ അതിലൊരു ചെറുനാരങ്ങ, ഒരു ചെറുനാരങ്ങ തന്നെ ഞാൻ പിയും. ചിലയാളൊക്കെ പകുതിയൊക്കെ പിയും, ലേശമൊക്കെ ഉറ്റിക്കുള്ളൂ. ഞാനതല്ല, ഞാൻ നല്ലോണം പിയും. ഈ ചെറുനാരങ്ങ വീണാൽ നല്ല അടിപൊളി ചോറായിരിക്കും. അങ്ങനെ എണ്ണയിൽ നല്ലോണം അരി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം വറുത്തെടുത്ത്, എന്നിട്ട് നല്ലോണം വറക്കണം അരി, എന്നാൽ നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും, ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ചെയ്യാറ്. പിന്നെയെന്ന് വെച്ചാൽ ഒരു പാട്ടി അരിക്ക് 1.5 പാട്ട വെള്ളം വെക്കും ഞാൻ. ചില ആൾ ഒരു പാട്ടി അരിക്ക് 2 പാട്ടിയൊക്കെ വെക്കും, അപ്പോൾ പിന്നെ അടിഞ്ഞിട്ട് ഒരു ഗുണം ഉണ്ടാവില്ല ചോറ്. ഞാനൊരു 1.5 പാട്ട വെള്ളം ചോറിന് വെക്കും. എന്താ വെച്ചാൽ നമ്മൾ ദമ്മൊക്കെ ഇടുമ്പോൾ ഒരു വേവ് ആവിയിൽ ചോറ്. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ചോറ് കൊളായിപ്പോവില്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അതും നല്ല തിളപ്പിച്ചെടുക്കും വെള്ളം, തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളം. ഈ അരിയത്ത് വെച്ച് തട്ടിപ്പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്, അപ്പുറത്ത് സ്റ്റാൻഡിൽ. ഇത് നല്ലോണം ഒന്ന് വറന്ന് വന്നാൽ ഒഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ ചോറിന്. പിന്നെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുക. അത്ര ചോറിന് പണിയൊന്നുമില്ല, അരി ഇളക്കാനുള്ള ഒരു ഇതേ ഉള്ളൂ. ഇങ്ങനെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കേണ്ട ഒരു പണിയേ ഉള്ളൂ. പിന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരു ചെറുനാരങ്ങ നീര് ആ വെള്ളത്തിലൊഴിച്ച് മൂടി വെച്ചാൽ മതി. നല്ലോണം 2-3 പ്രാവശ്യം നല്ലോണം തിളക്കാൻ സമ്മതിക്കുക. വെട്ടി തിളക്കണം, ഇങ്ങനെ തുള്ളി തുള്ളി തിളക്കണം, കുറച്ചൊരു 2 സെക്കൻഡ്. അതിന് ശേഷം നമ്മൾ ചെറിയ തീയിൽ വേവിച്ചെടുക്കണം, മൂടി വെച്ചിട്ട് ചോറ്. എന്നാലെന്താ സ്ഥിതി എന്ന് വെച്ചാൽ കരിഞ്ഞു പോകില്ല, അടി കരിയില്ല, ചോറ് നല്ല പൊങ്ങ് പോലെ വെന്ത് പൊന്തി വരും. ഞാൻ അങ്ങനെ ചെയ്യാറ്. എന്നിട്ട് ദമ്മിടുക. അതന്നെ, അത്രയേ ഉള്ളൂ ബിരിയാണിക്കുള്ള പണി, വേറെ പണിയൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ബിരിയാണി വേഗം ആവും. ഈ മുറിച്ചിടേണ്ട പ്രയാസവും മസാലേൻ്റെ ഈ കഴുകലും അതൊക്കെയുള്ളൊരു പണിയേ ഉള്ളൂ, മറ്റുള്ള പണിയൊന്നുമില്ല. ഈ മുറിച്ചിടൽ കഴിഞ്ഞാൽ തന്നെ ബിരിയാണി ആവും വേഗം, അതാണ് പണി. അപ്പം എൻ്റെ ചോറ് ഇതാ വെന്ത് വരുന്നുണ്ട്. ഇനി ദമ്മിടണം. ദമ്മ് എന്ന് വെച്ചാൽ എന്താ, ദമ്മിടാൻ ഒരു പണിയില്ല. ഒരു ഉള്ളി മുറിച്ചിട്ടിട്ട് പിന്നെ പൊരിച്ച് മാറ്റി നേറിങ്ങനെ പൊരിച്ച് മാറ്റി വെക്കുക. മുറിച്ചിട്ടിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, എന്നിട്ട് അതൊക്കെ പൊരിച്ച് മാറ്റി വെക്കുക. ഞാൻ വെക്കുന്നതാണേ പറഞ്ഞിരുന്നത്. പിന്നെ അതിന് ശേഷം കുറച്ച് പുതിനച്ചപ്പ്, എന്നിട്ട് എന്നാൽ ചിക്കൻ്റെ മേലയിൽ ദമ്മിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ദമ്മിടുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, ദമ്മിടുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ തൈര് ഇത് കച്ചമ്പർ ഉണ്ടാക്കി, പിന്നെ കക്കിരിയും ഉള്ളിയും തക്കാളിയും പച്ചമുളകും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ ഇതിൽ നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. അങ്ങനെ അതുണ്ടാക്കി. പിന്നെ അച്ചാർ ഇവിടെ വാങ്ങിയാൽ കിട്ടത്തില്ല, അതുകൊണ്ട് ഇവിടെ അച്ചാറില്ല. അച്ചാർ ഇന്ന് വാങ്ങിക്കേണ്ട ഇന്ന് തന്നെ എൻ്റെ മോൻ തീർക്കും. അച്ചാർ ഒറ്റ തിന്നല, വെറുതെ തിന്നു. അതിങ്ങനെ തിന്നുന്നതുകൊണ്ട് ഇവിടെ അച്ചാർ വാങ്ങാറുമില്ല. ഓൻ തിന്നിട്ട് ഓൻ സുഖേട് വരുമെന്ന് വെച്ചിട്ട് ഇവിടെ അച്ചാർ വാങ്ങാറില്ല ഒരിക്കലും. എപ്പോഴെങ്കിലും വാങ്ങിയാൽ അതൊന്ന് തിന്ന് തീർത്താളി, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കില്ല. അപ്പോൾ കച്ചമ്പറും ചോറുമായി. ചിക്കൻ ഇതാ ദമ്മ് പൊട്ടിച്ചതാണേ. അങ്ങനെ എൻ്റെ ബിരിയാണിയൊക്കെ ആയ. ഇനിയുള്ള പണിയാണ് ക്ലീനിങ്. ഏറ്റവും വലിയ പണിയാണ് ക്ലീനിങ്. ഇതാ ഒരുവിധമൊക്കെ കഴിഞ്ഞ്, ബാക്കി തുടക്കണം. സ്റ്റാൻഡൊക്കെ ബാക്കിയുണ്ട് തുടക്കാൻ. ഈ ബിരിയാണി വെച്ച ദിവസം ഉണ്ടല്ലോ, എല്ലായിടെയും ഒരു എണ്ണമയം പോലെ ഉണ്ടാവും, സ്റ്റാൻഡും ഗ്യാസും ഒക്കെ. നമ്മൾ എത്ര തുടച്ചാൽ ആ എണ്ണമയം മാറില്ല. ഒരുപാട് പ്രാവശ്യം നല്ല വൃത്തിയിൽ തുടച്ചെടുത്താലേ ആ എണ്ണമയം സ്റ്റാൻഡ് മുന്നൊക്കെ പോവും. ഒരു തൊടുന്നിടത്തെല്ലാം ഒരു എന്തോ ഒരുപോലെ ഉണ്ടാവും ബിരിയാണി വെക്കുന്ന ദിവസം. മറ്റൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഇതെന്ന് വെച്ചാൽ എണ്ണയല്ലേ, അതായിട്ടായിരിക്കാം. പിന്നെ കുക്കറിൽ നിന്നൊക്കെ വിസിലൊക്കെ വരുന്ന എണ്ണ പശ എണ്ണല്ലേ വരിക കോഴി എന്നുള്ള, അതുകൊണ്ടായിരിക്കാം. ഗ്യാസിൻ്റെ തടി കണ്ട
എന്തൊരു തടിയാ വീഡിയോയിൽ ഞാൻ കാണുന്നത്. ഞാൻ ഇത്ര തടിയൊന്നുമില്ലേ, ഭയങ്കര തടിയായിട്ട് കാണിക്കുന്നു വീഡിയോയിൽ. മെലിയണം, ഡയറ്റ് എടുക്കണം, എനിക്ക് കുറവാകുന്നു ഇതൊക്കെ കാണുമ്പോൾ. ഇങ്ങനത്തെ കോലത്തിൽ എന്ത് തടിയാ. തൈറോയ്ഡ് ഉള്ളതുകൊണ്ടാണ്, അല്ലാണ്ട് തിന്നിട്ടുള്ള തടിയൊന്നുമല്ല, തൈറോയ്ഡാണ്. ഗുളിയൊക്കെ കുടിക്കുന്നുണ്ട്, കാണിച്ച് മരുന്നൊക്കെ നന്നായി സമയത്തിന് കഴിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്താ, എൻ്റെ തൈറോയ്ഡിന് തടിക്കും എല്ലാവരും പറയുന്നത്. എന്നാലും ഞാൻ മെലിയാൻ ശ്രമിക്കാം. എന്താ വെച്ചാൽ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെ എന്തോ എന്തോ ഒരു വിഷമം പോലെയുണ്ട്. എന്ത് തടിയാ. ഒന്നാമതെന്ന് വെച്ചാൽ ഇത് ടൈറ്റുള്ള ടോപ്പാണ് ഇട്ടത്, അതുകൊണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ടൈറ്റാണ് ഈ ടോപ്പ്, അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നു ഭയങ്കരമായിട്ട് തടി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഈ ചെറിയ വീഡിയോ. എല്ലാവരും കാണണം.